ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം നടത്തിയതിന് പി.സി. ജോർജിനെതിരെ കേസ്. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എം രാകേഷ് ചേരുന്നു. രാകേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പി.സി. ജോർജ് വാർത്തകളിൽ നിറയുകയാണ്. ഒപ്പം കേസും വന്നിട്ടുണ്ട്. എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം, എം രാകേഷ്? അരുൺകുമാർ, ജനുവരി 6-ന് ഒരു സ്വകാര്യ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് പി.സി. ജോർജ് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയത്. മുസ്ലിങ്ങൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും എല്ലാം തന്നെ കൊന്നിട്ടുണ്ട്, ഇവരെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടതാണ് എന്നതുൾപ്പെടെയുള്ള തീർത്തും വർഗീയമായ പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ പരാമർശങ്ങൾ പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ട്, ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് 7ഓളം കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിനെതിരെ എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് യഹിയ സലീമിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. മതസ്പർദ്ധ വളർത്തൽ, ഒപ്പം തന്നെ കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഏതായാലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള നിയമ നടപടിക്രമങ്ങളുമായി ഈരാറ്റുപേട്ട പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ശ്രമത്തിലാണ് പി.സി. ജോർജ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിനു മുമ്പും ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങളിലൂടെ തന്നെ വിവാദ നായകനായിട്ടുള്ള ആളാണ് പി.സി. ജോർജ്. 2022-ലും 2023-ലും എല്ലാം തന്നെ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും വെൽഫെയർ പാർട്ടി, SDPI ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. പാലക്കാട്ടെ BJPയുടെ തോൽവിയുമായി ബന്ധപ്പെട്ടും KT ജലീലും PK കുഞ്ഞാലിക്കുട്ടിയും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ചേർന്ന് BJPയെ തോൽപ്പിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള വർഗീയ പരാമർശങ്ങളാണ് പി.സി. ജോർജ് ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയിരുന്നത്. അരുൺകുമാർ, താങ്ക് യു. എം രാകേഷ് ആണ് ചേർന്നത്. കൂടുതൽ വിവരങ്ങളുമായി. ഈരാറ്റുപേട്ട പോലീസ് കേസെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുൻകൂർ ജാമ്യത്തിനായി പി.സി. ജോർജ് ശ്രമിച്ചേക്കും എന്നും അറിയുന്നു. എന്തായാലും മതസ്പർദ്ധ വളർത്തൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പി.സി. ജോർജിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ ഈരാറ്റുപേട്ട പോലീസ് തീരുമാനിക്കുന്നത്.